ലോകരക്ഷാ സൗഹൃദ കൂട്ടായ്മയുടെ ബഹുമാനപ്പെട്ട ഫൗണ്ടർ മുസ്തഫ സാറിനെ ക്ഷണിക്കുന്ന സാറ് നമ്മുടെ കൂട്ടായ്മയെ കുറിച്ച് എന്താണ് എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതാണ്. ലോകരക്ഷ നമസ്കാരം കുടുംബാംഗങ്ങളെ, ആദ്യമായി നമുക്ക് ഇങ്ങനെ ഒരു അവസരം ലഭ്യമാക്കി തന്ന പ്രപഞ്ചനാഥന് സർവസ്തുതിയും നന്ദിയും അർപ്പിച്ചുകൊണ്ട്, എൻ്റെ പേര് മുസ്തഫ എന്നാണ് പറഞ്ഞു പരിചയപ്പെടുത്തുന്ന സമയത്ത്, നമ്മളൊരു യാത്രയാണ് ഇന്ന് പുറപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ജീവിതവും ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നമുക്ക് വെള്ളവും വായുവും എല്ലാം വേണ്ടതുപോലെ തന്നെ ജീവിതം ധന്യമാക്കുന്നതിന് നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിലും നമ്മൾക്ക് ലഭിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. സങ്കടങ്ങൾ, വിഷമതകൾ, ദുഃഖങ്ങൾ, സാമ്പത്തികമില്ലായ്മ, ഇവയെല്ലാം നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിലും ലഭിക്കുന്നതാണ്. എന്നാൽ ജീവിതം ധന്യമാക്കുവാൻ നമ്മൾ നമ്മുടെ പരിശ്രമത്തിലൂടെ മാത്രം ലഭിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അത് എന്തെന്ന് കൃത്യമായി നമുക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ബോധ്യം വരുന്നത് അനുഭവങ്ങളിലൂടെ മാത്രമാണ്. ഒരുപക്ഷെ നമ്മൾ എന്തെങ്കിലും കണ്ടതുകൊണ്ടോ കേട്ടതുകൊണ്ടോ നമ്മൾക്കതൊന്നും കൃത്യമാവണമെന്നില്ല. ഒരു പ്രയാസം എന്താണ് എന്നറിയണമെങ്കിൽ നമ്മൾക്കൊരു പ്രയാസം വരുമ്പോഴാണ് ആ പ്രയാസം എന്താണ് അതിന്റെ അർത്ഥഫലം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുക. എന്നതുപോലെ ഓരോ കാര്യങ്ങളും അനുഭവങ്ങളിലൂടെയാണ് മനസ്സിലാക്കുക. അപ്പൊ ആ ഒരു ജീവിതത്തെ ധന്യമാക്കാൻ ഓരോ കാലഘട്ടങ്ങളിലും ഓരോരോ വ്യതിയാനങ്ങൾ പ്രവർത്തന മേഖലകളിലും ജീവിത മേഖലകളിലും ഉണ്ടാവും. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഉദാഹരണം ഒരു 50 വർഷം മുൻപുള്ള ജീവിത സാഹചര്യങ്ങളല്ല ഈ കാലഘട്ടത്തിൽ. ഒരു 100 വർഷം മുൻപ്, 50 വർഷം മുൻപുള്ള സാഹചര്യങ്ങളല്ല 100 വർഷങ്ങൾക്ക് മുൻപ്. അപ്പോ അങ്ങനെ പറയാൻ കാരണം, ഒരുപക്ഷെ നമുക്കൊരു 50 വർഷം മുൻപൊക്കെ ഇന്നത്തെ പോലെ ഒരു മാസം ഒരു 10,000 25,000 രൂപയോ അല്ലെങ്കിൽ 10,000 10,000 രൂപയൊന്നും ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇന്നത്തേത് പോലെയുള്ള അത്രമാത്രം വാഹനങ്ങളോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ ചെരുപ്പുകളോ ഇതൊന്നുമില്ലെങ്കിൽ, ഇന്നത്തെ സൗകര്യത്തിലുള്ള ഭവനങ്ങളോ ഒക്കെ ഇല്ലെങ്കിലും ജീവിക്കാൻ ധന്യമായ രീതിയിൽ തന്നെ ജീവിക്കാൻ പറ്റുന്ന ഉതകുന്ന ഒരു സാഹചര്യമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് നല്ലൊരു ഭവനം വയ്ക്കണമെങ്കിൽ ഒരു 20 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷം 50 ലക്ഷം രൂപ വേണം. അതുപോലെ തന്നെ ഒരു 10, 25, 50 വർഷം മുമ്പ് നമ്മൾക്ക് മക്കളെയൊക്കെ ഒന്ന് കല്യാണം കഴിപ്പിച്ചു വിടണമെങ്കിൽ ഒരു പക്ഷേ ഒരു 2 ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപയോ ഉണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് നടത്താൻ പറ്റും. അതും ഇന്ന് കാലത്ത് നാട്ടുനടപ്പനുസരിച്ചെന്നൊക്കെ പറയും. നമ്മുടെ ഒരു മര്യാദയ്ക്ക് അനുസരിച്ച് ഒരു നല്ല രീതിയിൽ ഒരു മക്കളുടെ വിദ്യാഭ്യാസവും കല്യാണവും ഒക്കെ നടത്തണമെങ്കിൽ ഒരു 25 ലക്ഷം രൂപയൊക്കെ വേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മാറി ചിന്തിക്കേണ്ടത്, നമ്മൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു വരുമാനം ഇല്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഒരുപക്ഷെ വരുമാനമുള്ളവരുണ്ടാവാം. വരുമാനമുള്ളവർക്ക് ഹോസ്പിറ്റൽ കേസ് ഉണ്ടാവുന്നു. ഉദാഹരണം, ബേക്കറി ഷോപ്പ് കൂടുതലുള്ളവർക്ക് മധുരമുള്ളൊരു ചായ കുടിക്കാൻ സാധിക്കണമെന്നില്ല എന്നതുപോലെ. അപ്പൊ ഇതിലേക്ക് നമ്മൾ ആ കുറവുകളെ കണ്ടെത്തി പരിഹരിക്കും. എന്താണ് ആ കുറവുകളെ പരിഹരിക്കപ്പെടേണ്ടുന്നതിന് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. നമ്മൾക്കിപ്പോൾ 50,000 രൂപ സാലറി കിട്ടിയാൽ പോലും ഒരു 10-20 വർഷം വിദേശത്ത് പോയി ജോലി ചെയ്താലൊക്കെ പോലും അതിന്റെ എക്സ്പെൻസ് കഴിഞ്ഞ് നീക്കുമാക്കി എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും ചെറിയ വല്ല അസുഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും മാത്രമായിരിക്കും. അതിനൊക്കെ കൃത്യമായ ഒരു മാർഗനിർദ്ദേശം നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. ആ ഓപ്ഷൻ, അതിനുള്ള അവസരങ്ങൾ, സാഹചര്യങ്ങളൊക്കെ കണ്ടെത്തുകയാണ് ലോകരക്ഷാ സൗഹൃദ കൂട്ടായ്മയുടെ 22ഓളം പ്രൊജക്റ്റുകളിലൂടെ എല്ലാവരിലേക്കും എത്തിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുന്നത്. ഒരു 100 വർഷം മുൻപ് ഇന്ന് ലോകത്ത് കാണുന്ന ഇത്രമാത്രം ബാങ്കുകൾ ഇല്ല, അത്രമാത്രം ആവശ്യങ്ങളും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളാണെങ്കിലും. അപ്പൊ ഈ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുകയും അതിനനുസരിച്ച് നമ്മൾക്കൊക്കെ വരുമാനമാക്കുന്നതിനൊക്കെ വേണ്ടി നമുക്കറിയാം, ഒരു 10,000 രൂപ 20,000 രൂപയെന്ന് ഒരു മാസം ഒരു വീട്ടിൽ കിട്ടിക്കഴിഞ്ഞ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ
ചെലവിനോ തികയുകയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് എന്ത് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ എക്സ്പെൻസിനെ പോലെ തന്നെ ചെലവിനേക്കാൾ വരവിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ ചെലവുകൾ. അതിന് മറികടക്കണമെങ്കിൽ ചെലവിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാവണം എന്നതാണ്. അപ്പോൾ വരുമാനം എന്നതുകൊണ്ട് മാത്രമോ ഒരു സമ്പാദ്യം കൊണ്ട് മാത്രമോ ഒരു ജീവിതം ധന്യമാവുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു പരസ്പര സഹായ കൂട്ടായ്മ എന്ന് പറയുന്നത്. പരസ്പര സഹായം അവശ്യഘട്ടങ്ങളിൽ മനുഷ്യരിലൂടെ തന്നെ അത്തരം ഒരു പ്രവർത്തനത്തിന് രൂപം കൊടുക്കുക എന്നതാണ് ലോകരക്ഷാ സൗഹൃദ കൂട്ടായ്മയുടെ ഉദ്ദേശം. അതെങ്ങനെയാണ് മനോഹരമായി പ്രാബല്യത്തിൽ വരുത്തുവാൻ കഴിയുക? ഇന്ന് ബാങ്കുകൾ ചെയ്യുന്നത് നമുക്കൊരു 10 ലക്ഷമോ 20 ലക്ഷമോ ഒക്കെ ഒരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ ലോണൊക്കെ തരുന്നത് നമ്മളെ പോലെ തന്നെയുള്ള ജനങ്ങൾ ആ ബാങ്കിൽ നിക്ഷേപിക്കുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അത് നമ്മൾക്ക് നമ്മുടെ പ്രമാണ ഡോക്യുമെന്റ്സ് വെച്ച് കഴിയുമ്പോൾ നമുക്കതൊരു ലോൺ എന്നുള്ള രീതിയിൽ പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥയിൽ നമുക്ക് തരുന്നു. ഒരു പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ഏറ്റെടുക്കുന്ന ബിസിനസ്സിലോ എന്തെങ്കിലും കോട്ടങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ള തുകയും അതിന്റെ പലിശ സഹിതം തിരിച്ചടയ്ക്കേണ്ടി വരുമ്പോൾ നിലവിൽ നമ്മൾ ഇരിക്കുന്ന വീടോ ഭവനമോ അല്ലെങ്കിൽ ഗോൾഡോ നമ്മൾക്ക് നിലവിലുള്ള മൂലധനം മുഴുവനും നഷ്ടപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അതിന് മറികടക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു രൂപ പോലും രജിസ്ട്രേഷൻ ഫീസുമില്ല, അംഗത്വ ഫീസുമില്ല, മെമ്പർഷിപ്പുമില്ല, പലിശയുമില്ലാതെ പരസ്പരം സഹായിച്ചുകൊണ്ട് എങ്ങനെ അത്ഭുതം ക്രിയേറ്റ് ചെയ്യാം. 1 ലക്ഷം പേരുണ്ടെങ്കിൽ 1 സെക്കൻഡിൽ വാട്സപ്പ്, ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് 1 രൂപ ഗൂഗിൾ പേ വഴി സെൻഡ് ചെയ്യുമ്പോൾ 1 ലക്ഷം പേര് 1 മിനിറ്റിനുള്ളിൽ സെൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് 1 ലക്ഷം രൂപ സഹായിക്കാൻ ആ 1 ലക്ഷം പേർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ്. വെറും 1 രൂപ ഹെൽപ്പിംഗിൽ പങ്കെടുക്കുമ്പോൾ. എന്നാൽ ഇപ്രകാരം ഒരു 10 രൂപയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവിടെ 10 ലക്ഷം രൂപയായിരിക്കും. അതേപോലെ 100 രൂപയിലാണ് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു CR ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. 1 രൂപ പോലും പലിശയുമില്ല, രജിസ്ട്രേഷൻ ഫീസില്ല, അംഗത്വ ഫീസില്ല, മെമ്പർഷിപ്പ് ഇല്ല. ഇത്ര മനോഹരമായ രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്നത്. പിന്നെ കൂടുന്തോറും ഇപ്പം ഉണ്ടാവും എന്നുള്ളതാണ്. അതാണ് കുടുംബം എന്ന് പറയുന്നത്. ഈ കുടുംബം എന്നത് നമ്മളൊരു ഭവനത്തിൽ, ഒരു വീട്ടിലാണെങ്കിലും കുറേയധികം മനുഷ്യർ ഒരേപോലെ ഒരു ചിന്താഗതിയോടുകൂടെ ഒന്നിച്ച് ഒരാശയത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മളിവിടെ ഈ മനോഹരമായി കാണുന്ന പുൽച്ചെടികൾ, ഒരേ ചെടികൾ ഒരേപോലെ അത് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതിന്റെ മനോഹാരിതയാണ് ഈ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഉദാഹരണം, ഒരു പൂന്തോട്ടത്തിൽ, ഒരു ഗാർഡനിൽ നമ്മൾ 1 or 10 റോസാപ്പൂക്കൾ ഒരുമിച്ച് കാണുമ്പോൾ അതിന്റെ ഭംഗിയും ഒരു 10,000-ഓളം അല്ലെങ്കിൽ 1 ലക്ഷത്തോളം റോസാപ്പൂക്കൾ ഒരുമിച്ച് കാണുകയാണെങ്കിൽ അതിന്റെ മനോഹാരിത വേറെ ആയിരിക്കും. എന്നതുപോലെ തന്നെയാണ് നമ്മുടെ കൂട്ടായ്മ ഈ ഒരു പ്രസ്ഥാനത്തില് കൂടുതൽ അംഗമാകും തോറും അതിന്റെ ഭംഗി, മനോഹാരിത, ഗുണം കൂടും എന്നതാണ്. 13/3/2019 ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. ഇതിനോടകം 7000-ഓളം കുടുംബങ്ങളിലേക്ക് 1000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ലൈവായിട്ട് പരസ്പര സഹായം നൽകപ്പെടുന്നതിന്റെ വീഡിയോസ് നമ്മൾ നമ്മുടെ ലോകരക്ഷ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ടാണ് നമ്മൾ റിസോർട്ടിൽ വെച്ചാണ് നമ്മുടെ ഒരു ലൈവ് തേയില സൽക്കാരം സംഗമം ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ അതിനുള്ള സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക എന്നറിയില്ല. അതുകൊണ്ട് മാത്രമാണ് കൂട്ടായ്മയെ കുറിച്ച് 4 വാക്ക് സംസാരിക്കാനിട വന്നത്. 22ഓളം പ്രൊജക്റ്റുകൾ മുഴുവനായും അവതരിപ്പിക്കാൻ നമുക്കൊരു ദിവസം മതിയാവില്ല. എങ്കിലും അതിൽ 1-2 പ്രൊജക്റ്റുകളുടെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. പരസ്പര സഹായം, ഹെൽപ്പിംഗ്, അത് ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെയാണ് ഭവനരക്ഷ ഹെൽപ്പിംഗ്, ഹൗസ് വാമിംഗ്. വീടിരിക്കുന്ന സമയത്ത് ഒരു വീട് പണി പൂർത്തിയായി കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ ബാധ്യത, പ്രോബ്ലങ്ങൾ ഉണ്ടാവുമെന്നറിയാം. അതിന്റെ ഹൗസ് വാമിങ്ങിന് എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സഹകരിക്കുക എന്നതാണ് ഭവനരക്ഷ ഹെൽപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും ഇന്നലത്തെ യാത്രയിലെ ക്ഷീണം കൊണ്ടും ഉറക്കക്കുറവ് കൊണ്ടും മറ്റു ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും ഒരു മയക്കത്തിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് പിന്നീട് എല്ലാവരും ആ ഒരു മയക്കത്തിലെ ഇതൊക്കെ വിട്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ അവതരിപ്പിക്കാം. അതായിരിക്കും ഭംഗി എന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാവരുടെയും എല്ലാവിധ സഹകരണങ്ങൾക്കും ആത്മാർത്ഥമായ സപ്പോർട്ടിങ്ങിനും ഈ മനോഹരമായിട്ടുള്ള നമ്മുടെ ഈ യാത്ര ഗംഭീര വിജയമാക്കാനും ഭംഗിയാക്കാനും ഐശ്വര്യപൂർണ്ണമാക്കുവാനും ജീവിത വിജയത്തിലേക്ക് ഉതകും വിധം
ഗുണത്തിലേക്ക് എത്തിക്കപ്പെടുവാനും നമുക്ക് ഏവർക്കും അതിനുള്ള അവസരങ്ങൾ പ്രപഞ്ചനാഥൻ ചൊരിഞ്ഞ് കനിഞ്ഞരളി വർഷിക്കുമാറാവട്ടെ, അതിനുള്ള അവസരങ്ങൾ ഒരുക്കി തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേളയിൽ എല്ലാവർക്കും ഈ അവസരം പരിചയപ്പെട്ടതിലും എല്ലാവരും പരസ്പരം പരിചയപ്പെട്ടതിലും വാക്കുകൾ ശ്രവിച്ചതിലുമൊക്കെ നന്ദി അർപ്പിച്ചുകൊണ്ട് താൽക്കാലികമായി സംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.